ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ലാമിക്കുട്ടിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ഒരു ഐറ്റമായിട്ടാണ് വന്നത്. സ്കൂളിലിട്ട് വരുന്ന കുട്ടിക്കൊക്കെ കൊതിയോടുകൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി മക്രോണിയാണ് ഇത്. നിങ്ങൾക്ക് പള്ളിയിൽ നിന്ന് പെരുന്നാളിൻ്റെ ഇറച്ചി കിട്ടുമല്ലേ, അതിൻ്റെ അകത്തുള്ള എല്ലൊക്കെ പെറുക്കിയിട്ട് ഞാൻ മാറ്റി വെച്ച് സെപ്പറേറ്റ് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് വെച്ചിരുന്നു കേട്ടോ. പുഴുക്കെന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ച് മാറ്റി വെച്ചതായിരുന്നു. പിന്നെ തോന്നി മക്രോണി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ അടുപ്പത്ത് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച വെള്ളത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക, 1/2 ടീസ്പൂൺ ഉപ്പ് ഇടുക. ഓയിൽ ഒഴിക്കുന്നത് ഇത് സ്റ്റിക്കായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, ഒട്ടിപ്പിടിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ മക്രോണിയും കൂടെ ഒഴിച്ചിട്ട് അതവിടെ വേവാൻ വെക്കുക. അതവിടെ ഇരുന്ന് വേവുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ലേശം കറിവേപ്പിലയിട്ട് പൊട്ടിക്കാം. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. അതിനുശേഷം അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് ഇതിനകത്തേക്കൊരു വലിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് വഴറ്റാൻ വെക്കണേ. സവാള ഏകദേശം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നന്നായിട്ട് ഇളക്കി സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി ചേർത്തിട്ട് ഒന്നും കൂടെ ഇതൊന്ന് തക്കാളിയൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാനുള്ള മസാലകളൊക്കെ ചേർക്കാം കേട്ടോ. എൻ്റെ സൗണ്ട് ശരിയായിട്ടൊന്നുമില്ല, അസുഖം മാറിയിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ തോന്നുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. ഞാൻ ഈ മസാലയിലേക്ക് ഉപ്പിടുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഏകദേശം 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി. ഇത്രയും ചേർത്തിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി ഈ മസാലേൻ്റെ പച്ചമണമൊക്കെ പോകുന്ന വരെ നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് വെന്ത് നല്ലൊരു പരുവാകുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച ഇറച്ചിയില്ലേ, ഇറച്ചി എന്ന് പറയാൻ പറ്റില്ല, അതിനകത്ത് അധികം എല്ലാമാണ്, എല്ലും പിന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം കൂടെ. ഞാൻ ഓൾറെഡി മസാല ഇട്ട് വേവിച്ച് വെച്ചതുകൊണ്ട് ഇതിനകത്തേക്ക് എക്സ്ട്രാ മസാല ആവശ്യമില്ല കേട്ടോ. അത് ഓൾറെഡി മസാല ഉള്ള സാധനമാണ്. അത് നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോഴത്തേക്കും നമ്മൾ മക്രോണി പാസ്ത ഇവിടെ വെന്തിട്ടുണ്ടാവും. അത് നന്നായിട്ട് വെള്ളം വാരാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിൽ കോരി വെക്കുക. എന്നിട്ട് ചൂടോടുകൂടി തന്നെ ഇത് അടുപ്പത്തേക്ക് ഇട്ടിട്ട് ഒക്കെ കൂടെ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ പാത്രം ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം മറ്റേ പാത്രത്തിൽ ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പാത്രം മാറ്റിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അടിപൊളി മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ വോയിസ് ഓവർ കൊടുക്കുന്നതൊക്കെ ഇനിയൊരു എനിക്ക് തന്നെ അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ്. കാരണം ഞാൻ സുഖമില്ലാണ്ടിരിക്കുകയാണ്. വീഡിയോ സൂപ്പറായിട്ടില്ലെങ്കിൽ എല്ലാവരും ജസ്റ്റ് എല്ലാവരോടും സോറി കേട്ടോ. പിന്നെ അടുത്ത വീഡിയോ ഒക്കെ ഞാൻ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഞാൻ പിന്നെ ഒരു ദിവസം പോലും ഒഴിവായി പോകരുത് എന്ന് വിചാരിച്ചിട്ടാണ് സുഖമില്ലാണ്ടിരിക്കുന്ന സമയത്തും വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കൂടെ നിൽക്കണം കേട്ടോ.